ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഞാൻ പോയ ഇന്ത്യയിൽ ഫേമസ് ആയിട്ടുള്ള അമ്പലങ്ങളിൽ ഒന്നായ തിരുമല വെങ്കടേശ്വര ടെമ്പിളിൻ്റെ വിശേഷങ്ങളാണ്. ഈ അമ്പലം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി എന്ന ഡിസ്ട്രിക്റ്റിലാണ്. ഞാനും എൻ്റെ ഫാമിലിയും പോയത് ഫ്രീ ദർശനം ടിക്കറ്റ് എടുത്തിട്ടാണ്. ഈ ടിക്കറ്റ് എങ്ങനെ എവിടെ കിട്ടാമെന്ന് നമുക്ക് നോക്കാം. ഫ്രീ ദർശനത്തിൻ്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1 ഡേ പ്രയറായിട്ട് തിരുപ്പതിയിൽ എത്തിയിരിക്കണം. ഈ ടിക്കറ്റ് കിട്ടാൻ വേണ്ടി പ്രൂഫായിട്ട് എടുക്കേണ്ടതാണ് ആധാർ കാർഡ്. ആധാർ കാർഡിൻ്റെ ഒറിജിനലോ കോപ്പിയോ നമ്മൾ കയ്യിൽ വെക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ നമുക്ക് ടിക്കറ്റ് കിട്ടില്ല. ഫ്രീ ദർശൻ്റെ ടിക്കറ്റ് കിട്ടുന്ന സ്ഥലമാണ് സർവദർശൻ ടിക്കറ്റ് കൗണ്ടർ. ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ വളരെ അടുത്താണ്. എയർപോർട്ടിൽ വന്നിറങ്ങി വരുന്നവർക്ക് ഇത് കുറച്ച് ദൂരമാണ്. അതുകൊണ്ട് ക്യാബ് പിടിച്ച് വന്ന് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ചെയ്യുന്ന സമയമാണ് 4 o'clock ഇൻ ദ ഈവനിങ്. 4 o'clock എന്ന് പറഞ്ഞാൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 2 or 3 hours ബിഫോർ തന്നെ വന്ന് ലൈനിൽ നിൽക്കേണ്ടതാണ്. അല്ലാതെ നമ്മൾ 4 o'clock ഷാർപ്പ് ടൈം വന്നാൽ ടിക്കറ്റ് കിട്ടേണ്ട ചാൻസ് കുറയും. അതുകൊണ്ട് എത്ര നേരത്തെ വരാൻ പറ്റുമോ അത്രയും നേരത്തെ വന്ന് ലൈനിൽ നിന്നാൽ ടിക്കറ്റ് നമുക്ക് അത്രയും ഈസിലി കിട്ടും. ഫ്രീ ദർശനം 2 വിധമുണ്ട്. ഒന്ന്, ഇങ്ങനെ സർവദർശൻ ടിക്കറ്റ് കൗണ്ടറിൽ വന്ന് ഫ്രീ ടിക്കറ്റ് ആധാർ കാർഡും കാണിച്ച് ഫ്രീ ടിക്കറ്റ് എടുക്കുന്നതുണ്ട്. അല്ലാതെ നേരിട്ട് പോയി ഡയറക്റ്റ് പോയി അമ്പലത്തിൽ ദർശനം നടത്തുന്നവരുമുണ്ട് ഫ്രീ ആയിട്ട്. അങ്ങനെ നടത്തുന്നവർ 24 മണിക്കൂർ ചിലപ്പോൾ ലൈനിൽ നിൽക്കേണ്ട അവസ്ഥ വരും ദർശനം കിട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നമ്മൾ ടിക്കറ്റ് 1 ഡേ പ്രയർ എടുത്ത് പോണവർ ഈസിലി നമുക്ക് ദർശനം അറ്റ്ലീസ്റ്റ് ഒരു 3 or 4 hours ദർശനം ക്രൗഡ് ഇല്ലെങ്കിൽ നമുക്ക് ദർശനം കിട്ടാവുന്ന ചാൻസസ് കൂടുതലാണ്. തിരുപ്പതി സിറ്റിയിൽ 4 അമ്പലങ്ങളാണ് ഉള്ളത്. കപില തീർത്ഥം, പത്മാവതി ടെമ്പിൾ, ഗോവിന്ദരാജ ടെമ്പിൾ, ഇസ്കോൺ ടെമ്പിൾ. അതിലാദ്യമായി പോയതാണ് ഈ കാണുന്ന കപില തീർത്ഥം. ഇവിടെ ശിവനാണ് മെയിനായിട്ട് ഉള്ളത്. നമ്മൾ കപില തീർത്ഥത്തിൽ നിന്ന് ഇറങ്ങി നേരെ ഇസ്കോൺ ടെമ്പിളിലേക്ക് വിട്ടു. ബാക്കി 2 ടെമ്പിൾ, ഗോവിന്ദരാജ ടെമ്പിളും പത്മാവതി ടെമ്പിളും നമുക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല, എന്നുവെച്ചാൽ ലേറ്റ് ആയതുകൊണ്ട്. നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ തിരുമല വെങ്കടേശ്വര ഭഗവാനെ ദർശനം നടത്താൻ വേണ്ടിയിട്ട് ഇറങ്ങി. എല്ലാം ബാഗുകളും സ്കാൻ ചെയ്യണം. ബാഗുകളും സ്കാൻ ചെയ്യണം. നമ്മൾ ട്രാവൽ ചെയ്യണ നമ്മളുടെ പേഴ്സണൽ വെഹിക്കിൾ ആണെങ്കിൽ അതും സ്കാൻ ചെയ്യും. സേഫ് സിറ്റി തിരുപ്പതി പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് 24 മണിക്കൂറും നമ്മൾ വൺസ് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ CCTV സർവൈലൻസിനായിട്ടുള്ളതായിരിക്കും. പിന്നെ എൻട്രി സമയത്ത് ബാഗേജ് നമ്മളുടെ ഓൾറെഡി സ്കാൻ ചെയ്യും. പിന്നെ എക്സ്പ്ലോസീവ് ഡിറ്റക്ടേഴ്സും ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ട് ഫ്രം ഗ്രൗണ്ട് ടിൽ ടോപ്പ്. അതുകൊണ്ട് സേഫ്റ്റി ഇഷ്യൂസ് ഇതും ഇല്ല. പിന്നെ പേഴ്സണൽ വെഹിക്കിളോ ക്യാബോ ഇല്ലാത്തവർ ഇങ്ങനെ APSRTC ബസ്സുകൾ നോമിനൽ ചാർജ് എടുത്ത് ദർശനക്കാരെ താഴത്തിൽ നിന്ന് മുകളിൽ വരയ്ക്കും കൊണ്ടുപോകുന്നതാണ്. താഴെയുള്ള ഭാഗം തിരുപ്പതി എന്നും ഹിൽ ടോപ്പിനെ തിരുമല എന്നും അറിയപ്പെടുന്നു.
നമ്മൾ മുകളിൽ കയറി പോകുന്ന സ്ഥലം ഒരു സൈഡ് കൂടെയാണ്, ഇറങ്ങി വരുന്ന സൈഡ് വേറെയാണ്. മുകളിൽ കയറി പോകുമ്പോൾ നമുക്ക് 8 കേർവ്സ് ഉണ്ടാവും. അതേപോലെ താഴത്ത് വരുമ്പോൾ അറൗണ്ട് 60 or 65 കേർവ്സ് ഉണ്ടാവും. പിന്നെ ഇവിടെ ഡ്രൈവ് ചെയ്യുമ്പോൾ വെരി കെയർഫുള്ളി നമ്മൾ ഡ്രൈവ് ചെയ്യണം. ഓൺ ദി വേ നമ്മൾ വൈൽഡ് ആനിമൽസിനെ കാണുമ്പോൾ ഫീഡ് ചെയ്യാൻ പാടില്ല. പിന്നെ തിരുപ്പതി ടു തിരുമല ബൈ വാക്ക് പോകുന്നവരുമുണ്ട്. അതിൻ്റെ ടൈമിംഗ് ആണ് മോർണിംഗ് 6 till ഈവനിങ് 6. ഇതിൻ്റെ ഉള്ളിൽ മാത്രമേ വാക്ക് ചെയ്യാൻ പാടുള്ളൂ. വൈൽഡ് ആനിമൽസിനെ പേടിച്ചിട്ടാണ് ഈ ടൈം റെസ്ട്രിക്ഷൻസ് ഉള്ളത്. നമ്മൾ കയറി പോകുമ്പോൾ നമ്മൾ കാണുന്ന വ്യൂസ് അത്രയും ബ്യൂട്ടിഫുള്ളാണ്. നമ്മൾ മുകളിലോട്ട് കയറി പോകുമ്പോൾ നമ്മളുടെ എയർ പ്രഷർ കൊണ്ട് ചെവി ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ മുകളിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത് ബേസിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നോർമലാവും. ടിക്കറ്റിനെ കുറിച്ച് ഒന്നുകൂടി എലോബറേറ്റ് ചെയ്ത് പറയാം. ടിക്കറ്റ് 300 രൂപയുടെ ടിക്കറ്റ് ഉണ്ട്. 300 രൂപയുടെ ടിക്കറ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ വെൽ ഇൻ അഡ്വാൻസ് 3 or 4 months ബിഫോർ തന്നെ ഓൺലൈനിലോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും തിരുപ്പതിയിലോ അല്ലെങ്കിൽ ഏജൻ്റായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറഞ്ഞാലും നമുക്ക് വെൽ ഇൻ അഡ്വാൻസ് 300 rupees ടിക്കറ്റ് കിട്ടും. 300 rupees ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ക്വിക്ക്ലി ദർശനം നടത്തിയിട്ട് പുറത്ത് വരാവുന്നതാണ്. അല്ല, നമ്മൾ ചെയ്ത പോലെ ഫ്രീ ടിക്കറ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ 1 day പ്രയറായിട്ട് നമ്മൾ ലൈനിൽ നിന്ന് ആധാർ കാർഡ് മസ്റ്റാണ്. ആധാർ കാർഡ് ഇല്ലെങ്കിൽ നമുക്ക് ടിക്കറ്റ് കിട്ടില്ല. ആധാർ കാർഡ് കാണിച്ചിട്ട് ടിക്കറ്റ് എടുത്ത് അതിൽ ആധാർ കാർഡ് കാണിച്ച് ടിക്കറ്റ് എടുക്കണേൽ നമുക്ക് ടോക്കണിൽ ടൈമിംഗ് ഉണ്ടാവും, ദർശൻ ടൈമിംഗ് ഉണ്ടാവും. ആ ദർശനം ടൈമിങ്ങിൻ്റെ സമയത്ത് മാത്രം നമ്മൾ അവിടെ പോയി ലൈനിൽ നിന്നാൽ മതി. അതൊരു 3 or 4 hours ഉള്ളിൽ നമുക്ക് ദർശനം കിട്ടുന്നതാണ്. പിന്നെ ഡയറക്റ്റ് ഫ്രീ ദർശനം ഡയറക്റ്റായിട്ട് നമ്മൾ പോയിട്ട് ദർശനം നടത്താവുന്നതാണ്. ഡയറക്റ്റ് പോയി ഫ്രീ ദർശനം നടത്താൻ ആഗ്രഹമുള്ളവർ അറ്റ്ലീസ്റ്റ് 10 to 15 hours മിനിമം ലൈനിൽ നിൽക്കേണ്ടി വരും. ലോർഡ് ബാലാജി കാണണം എന്നുണ്ടെങ്കിൽ നല്ലോണം പേഷ്യൻസ് വേണം. ദർശനം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഈസിയൊന്നുമല്ല. അതിപ്പോൾ ഏത് ടിക്കറ്റ് എടുത്താലും നമ്മളുടെ ലക്കിനനുസരിച്ച് ഇരിക്കും. എക്സെപ്ഷണൽ കേസസ് ആയിട്ടുള്ള സീനിയർ സിറ്റിസൻസ്, പിഞ്ചു കുട്ടികൾ, പിന്നെ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവർക്ക് സ്പെഷ്യൽ ക്യൂ ഉണ്ട്. അവർക്ക് അവിടുന്ന് പോയിട്ട് ഡയറക്റ്റ് ദർശനം നടത്താവുന്നതാണ്. അതിന് ടോക്കൺ ആവശ്യമില്ല തോന്നുന്നു. മാക്സിമം നമ്മളുടെ കയ്യിൽ ഫുഡും വെള്ളവും വയ്ക്കുന്നത് നല്ലതാണ്. അവിടെ ഡ്രിങ്കിങ് വാട്ടറിന് ഇഷ്യൂസൊന്നുമില്ല. 24/7 ഡ്രിങ്കിങ് വാട്ടറും ഉണ്ട്. റെസ്റ്റ് റൂംസ്, ടോയ്ലറ്റ് അതൊക്കെ അവിടെ ഓപ്പണാണ്. സോ നമ്മൾ പോണ വഴിക്ക് തന്നെ ടോയ്ലറ്റ്സൊക്കെ കാണാം. സോ അതും ഒരു ഇഷ്യൂ ഒന്നുമല്ല. പക്ഷേ ദർശനത്തിന് നമുക്ക് എത്ര ടൈം ആവുമെന്ന് അറിയില്ല. അതുകൊണ്ട് നമ്മൾ ഫുഡും വാട്ടർ ബോട്ടിലും ക്യാരി ചെയ്യുന്നത് നല്ലതാണ്.
അങ്ങനെ നമ്മൾ തിരുമല എത്തി. തിരുമല എത്താൻ 20 to 25 മിനിറ്റ്സ് തിരുപ്പതി ടു തിരുമല ട്രാവൽ ചെയ്യാൻ എടുത്തു. ഇനി ഇവിടുന്ന് നമ്മൾ വേറെ അമ്പലങ്ങളിലേക്ക് പോയത് കാണിച്ചു തരാം. ഇവിടെ ഈ കാണുന്നതൊക്കെയാണ് TTD അണ്ടറിൽ വരുന്ന റൂംസുകൾ. ഇതൊക്കെ വെൽ ഇൻ അഡ്വാൻസ് ബുക്ക് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. തിരുമല വെങ്കടേശ്വര ടെമ്പിൾ തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിൻ്റെ അണ്ടറിലാണ്. ഈ കാണുന്നത് ഗോകുർബം ഡാമിലത്തെ വെള്ളമാണ്. തിരുമല എത്തി നമ്മൾ ആദ്യമായിട്ട് പോയ അമ്പലമാണ് ശ്രീ വേണുഗോപാലസ്വാമി ടെമ്പിൾ. ഇവിടെ കൃഷ്ണനാണ് പ്രതിഷ്ഠ. രണ്ടാമത് നമ്മൾ പോയ അമ്പലമാണ് ആകാശഗംഗ. ഇവിടെ ഹനുമാന്റെ പ്രതിഷ്ഠയാണ്. ഈ കാണുന്നതൊക്കെ അമ്പലത്തിൻ്റെ വെളിയിൽ വെച്ച സ്റ്റാളുകളാണ്. മൂന്നാമത് നമ്മൾ പോയ അമ്പലമാണ് പാപവിനാശനം അമ്പലം. അവിടെ ശിവനാണ് മെയിനായിട്ടുള്ളത്.
ഇതൊരു ഹനുമാൻ്റെ അമ്പലമാണ്, ശ്രീജപാലി ഹനുമാൻ ടെമ്പിൾ. ഈ ഷെഡ് കെട്ടി കാണുന്നതാണ് ഡയറക്റ്റായിട്ട് ഫ്രീ ആയി ദർശനം നടത്തുന്നവർക്കുള്ള ലൈന് ഇവിടെയാണ് ഉണ്ടാവുക. സീസൺ ടൈമിൽ മോസ്റ്റ്ലി ഇത് ക്രൗഡഡ് ആയിരിക്കും. ഈ ഷെഡ് ടെമ്പിളിൻ്റെ ഒട്ടും നിയർ ബൈ അല്ല. സോ നിങ്ങൾക്ക് തന്നെ ആലോചിച്ചെടുക്കാം എത്ര മണിക്കൂർ ലൈനിൽ നിൽക്കേണ്ടി വരുമെന്ന്. അടുത്ത നമ്മൾ പോയത് ശ്രീവരി പാതാളു. ശ്രീവരി പാതാളു അവിടെ ദൈവത്തിൻ്റെ ചരണം പറഞ്ഞ ഫുട് പ്രിൻറ്റ്സ് ആദ്യം അവിടെയാണ് പതിഞ്ഞത് എന്നാണ് ഹിസ്റ്റോറിക്കലി അത് അറിയപ്പെടുന്നത്. പിന്നെ പോയതാണ് ശിലാതോരണം, ചക്രതീർത്ഥം കാണാൻ. ശിലാതോരണം ഒരു പാർക്ക് പോലെയാണ് എനിക്ക് തോന്നിയത്. അവിടെ വേറെ ഒന്നും കാര്യമായിട്ടൊന്നുമില്ല. കുറേ പൈപ്പ്സൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ഫൗണ്ടെയിൻ പോലെ വാട്ടർ സ്പ്രേ നമ്മൾ അതിൻ്റെ അണ്ടർ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ആ വാട്ടർ സ്പ്രേ നമുക്ക് ഫുള്ളായിട്ട് നമ്മളെ നനച്ചു വിടും.
അവിടുന്ന് നമ്മൾ പോയത് നേരെ ചക്രതീർത്ഥം. ഇവിടെ ശിവഭഗവാന്റെയാണ് പ്രതിഷ്ഠ. ഇതിലും നിറയെ സ്റ്റെപ്സ് കയറാനും ഇറങ്ങാനൊക്കെ ഉണ്ട്. സോ മാക്സിമം ആർക്കൊക്കെ പോകാൻ പറ്റും അവർക്കൊക്കെ അവിടെ പോയി പ്രാർത്ഥിക്കാവുന്നതാണ്. ഇവിടേക്ക് ദർശനം നടത്തിയത് നമ്മൾ രാവിലെ നേരമായിരുന്നു. എന്തിനാ വെച്ചാൽ നമ്മളുടെ ദർശനം ടൈം ഈവനിങ് 6 മണിക്കായിരുന്നു. സോ നമ്മൾ അവിടെ എത്തിയത് 3 മണിക്കാണ്. 3 മണിക്ക് എത്തി ലൈനിൽ നിന്നു. ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല, അതുകൊണ്ട് ഫോൺ എടുത്തില്ല. എല്ലാം കഴിഞ്ഞ് പുറത്ത് വന്നപ്പോൾ ഈ സീനൊക്കെ എടുത്തത്. ഇവിടെ പ്രതിഷ്ഠ വിഷ്ണു ഭഗവാനാണ്. ഈ അമ്പലത്തിൻ്റെ ഐതിഹ്യം വെങ്കടേശ്വര ഭഗവാൻ പത്മാവതിയെ കല്യാണം കഴിക്കാൻ കുബേരനോട് 1,11.4 മില്യൺ ഗോൾഡ് കോയിൻസും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ കടം വീട്ടാനാണ് ഇന്ത്യയിലത്തെ എല്ലാ ഡിവോട്ടീസും വന്നിട്ട് അമ്പലത്തിലേക്ക് പൈസ ഡൊണേറ്റ് ചെയ്യുന്നത്. വൈകുണ്ഠ ഏകാദശി ദിവസം വൈകുണ്ഠദ്വാരം തുറന്ന് ഗ്രാൻഡായിട്ട് ആഘോഷിക്കാറുണ്ട്. 7 വ്യത്യസ്ത വാഹനങ്ങളിൽ വെച്ചിട്ടാണ് വെങ്കടേശ്വര ഭഗവാനെ അമ്പലത്തിൻ്റെ ചുറ്റും എഴുന്നള്ളിക്കാറുണ്ട്. ദർശനമൊക്കെ കഴിഞ്ഞ് ഈ ടോക്കൺ കാണിച്ചാൽ ഒരു ഫ്രീ ലഡ്ഡു അമ്പലത്തിൻ്റെ വക നമുക്ക് കിട്ടും. അല്ലാതെ നമുക്ക് ലഡ്ഡു വേണമെന്നുണ്ടെങ്കിൽ 50 രൂപ ഒരു ലഡ്ഡുവിനും കൊടുത്ത് നമുക്ക് എക്സ്ട്രാ വാങ്ങാവുന്നതാണ്. അങ്ങനെ നല്ലപോലെ ദർശനം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുന്ന വഴിയാണ്. ആദ്യം പറഞ്ഞ പോലെ തിരിച്ചു വരുന്ന വഴി വേറെയാണ്. തിരിച്ചു വരുമ്പോൾ നമുക്ക് മുകളിൽ നിന്ന് തിരുപ്പതി സിറ്റി കാണാവുന്നതാണ്. അടിപൊളി വ്യൂ ആണ്.